ഫ്രണ്ട്സ് എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്ന 29-ാം തീയതി നടന്ന WCP എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. അത് ആൻസേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് 1931 നവംബർ 12-ാം തീയതി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. P. കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2-ാം തീയതി സത്യാഗ്രഹം അവസാനിച്ചു. ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ. ഇതിൽ ശരിയായിട്ടുള്ളത് 2, 3, 4 എന്നീ പ്രസ്താവനകളാണ് കേട്ടോ. 2, 3, 4. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് കേട്ടോ. നവംബർ 12 എന്നുള്ളത് തെറ്റാണ്. നവംബർ 1 കേട്ടോ. 1931 നവംബർ 1 ആരംഭിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ സി ആണ്. രണ്ടാമത്തത്, സ്വതന്ത്ര സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നാമത്തേതാണ് സി, രണ്ടാം വട്ടമേശ സമ്മേളനം എന്നാണ് 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു എന്നുള്ളത് രണ്ടാമത് 1939. അതേപോലെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു എന്നുള്ളത് 1922 ചൗരി ചൗര ഇൻസിഡൻറ്റോടുകൂടി 22. ബർദോളി സത്യാഗ്രഹം 1928. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. ആദ്യത്തേത് ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവമാണ്. രണ്ടാമത്തത് ലോങ് മാർച്ച്. അടുത്ത നാലാമത്തത് ജപ്പാൻ്റെ ചൈന ആക്രമണം. അടുത്തത് മഹത്തായ സാംസ്കാരിക വിപ്ലവമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ 2ഉം 4ഉമാണ് കേട്ടോ. 1946 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളുണ്ടായിരുന്നു. അതേപോലെ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. കാൺപൂർ നാനാ സാഹിബ്, ആറാണ് കൊടുത്തേക്കുന്നത്. അതെന്താണ്? സി ആണ് ആൻസർ കേട്ടോ. കൻവർ സിംഗ് ഷാമാൽ കേട്ടോ. കൻവർ സിംഗ് ഷാമാൽ ഇതാണ് കറക്റ്റായിട്ട് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? 1ഉം 3ഉമാണ് കേട്ടോ തെറ്റായ പ്രസ്താവനകൾ. 1946 ഡിസംബർ 10-ാം തീയതി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി എന്നുള്ളത് കേട്ടോ. 48 ഡിസംബർ 10 കേട്ടോ. അതേപോലെ തന്നെ ലോകവ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണെന്നുള്ളത്. ഇത് രണ്ടാണ് തെറ്റായ പ്രസ്താവന കേട്ടോ. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? ബസാൾട്ട് കേട്ടോ. ഓപ്ഷൻ എ ആണ് ബസാൾട്ട്. എട്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഉത്തര രാജസ്ഥാന ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? സത്ലജ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് സത്ലജ്. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? കൊടൈക്കനാൽ കേട്ടോ. കൊടൈക്കനാലാണ്. 11ാമത്തത്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറിയാണ് ലക്ഷദ്വീപ്. ഓപ്ഷൻ സി ആണ്. 12, 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്രയാണ്? 107 മെഡലുകളാണ് കേട്ടോ. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ്? 1, 2, 4. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ബാക്കി 1ഉം 2ഉം 4ഉമാണ് ശരി. GDP നിരക്ക് വർദ്ധിച്ചു. അതേപോലെ തന്നെ വിദേശ നാണയശേഖരം വർദ്ധിച്ചു. വിദേശ മൂലധനം നിക്ഷേപം വർദ്ധിച്ചു കേട്ടോ. ഇത് 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 14ാമത്തെ ചോദ്യം, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. യോജിക്കാത്തതാണ് ഏഷ്യൻ വികസന ബാങ്കാണ് കേട്ടോ. ബെയ്ജിംഗ് ആണെന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. യോജിക്കാത്തതാണ്. ബാക്കിയെല്ലാം എന്താണ്? ശരിയാണ്. 15ാമത് ചോദ്യം, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. നരേന്ദ്രമോദിയാണ്.
16ാമത്തെ ചോദ്യം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി കേട്ടോ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 17ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ്? ഇത് എല്ലാം ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. അതാണ് ആൻസർ കേട്ടോ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950-ലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇതിൽ 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത്. 20ാമത്തെ ചോദ്യം, കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷനാണ് കേരള സംസ്ഥാന ലോകായുക്ത. ഓപ്ഷൻ ബി ആണ് ആൻസർ. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. എല്ലാ പ്രസ്താവനകളും, ഈ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങളാണ് കേട്ടോ. ഒരു വ്യക്തിയെയും ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. ഇതൊക്കെ എന്താണ് ഒരു വ്യക്തിക്ക് നൽകുന്നതാണ് കേട്ടോ. ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങളാണെന്ന് ഓർത്തിരിക്കുക. 22ാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് നവകേരള സദസ്സ് കേട്ടോ. 23ാമത്തെ ചോദ്യം, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരമെഴുതുക. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകാൻ സഹായിക്കും. ഇതിൽ ഓപ്ഷൻ സി ആണ് കേട്ടോ. പ്രസ്താവന 3 തെറ്റ്. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയില്ല, ഒരാളെയല്ലേ തിരഞ്ഞെടുക്കുള്ളൂ. അപ്പോൾ അതാണ് ഇതിൽ തെറ്റായിട്ട് വരുന്ന പ്രസ്താവന കേട്ടോ. 23 സി ആണ് ആൻസർ കേട്ടോ. 23 സി ആണ് ആൻസറേ. അത് മാർക്ക് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് പറ്റിയാണ്. സി ആണ് ആൻസറായിട്ട് വരുന്നത്. 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പേര് എന്ത്? കർത്തവ്യപഥ് എന്നാണ് കേട്ടോ. കർത്തവ്യപഥ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരമെഴുതുക. മന്ത്രിസഭയുടെ വലിപ്പവും മന്ത്രിമാരുടെ വകുപ്പുകളും വിഭജിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ ഇത് വിജയിക്കുന്നതാണ് കൊടുത്തേക്കുന്നത്. വിഭജിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ സംഭവിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതായി കണക്കാക്കുന്നു. ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോകസഭാംഗത്തിന് മാത്രമേ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ. പ്രസ്താവന 3 തെറ്റാണ് കേട്ടോ. പ്രസ്താവന 3 തെറ്റാണ്. ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോകസഭാംഗത്തിന് മാത്രമേ പ്രധാനമന്ത്രിയായ അധികാരത്തിൽ തുടരാൻ കഴിയുള്ളൂ എന്നുള്ള തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്ത്? നിരാമയ പദ്ധതി എന്നാണ് കേട്ടോ. നിരാമയ പദ്ധതി. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 27ാമത്തെ ചോദ്യം, തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ 3ാമത്തെ പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. ഇത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. ഇത് മാത്രമാണ്. ബാക്കി രണ്ടും എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എക്കാണ്. പ്രസ്താവന 3 തെറ്റാണെന്നുള്ളത് കേട്ടോ. ഇനി 28ാമത്തെ ചോദ്യം, സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2013 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ആദിത്യ L1 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ആദിത്യ L1 ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് 29ാമത്തെ ചോദ്യമാണ്. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. ഇതാണ് ചോദ്യം. അപ്പോൾ ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 1/3 കുറയാത്ത സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. സീറ്റുകൾ 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. ഇത് എല്ലാം എന്താണ്? എല്ലാ പ്രസ്താവനകളും, ഈ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. 30ാമത് ചോദ്യം, താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ഓപ്ഷൻ സി ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേട്ടോ. 31ാമത് ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമ ഉപദേശകൻ ആരാണ്? അറ്റോർണി ജനറലാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 32ാമത് ചോദ്യം, മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? ഡിസ്ട്രോഫിൻ കേട്ടോ. ഡിസ്ട്രോഫിൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ.
ഡിസ്ട്രോഫിൻ. 33ാമത്തെ ചോദ്യം, ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? വിറ്റമിൻ ഡി ആണ്. 34 വൈഡൽ ടെസ്റ്റ് ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? സാൽമൊണല്ല ടൈഫിയാണ്. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ഓപ്ഷൻ എ ആണ് ആൻസർ. കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫ്ലോറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്, CH4. ഇതൊക്കെയാണ് എന്ത് കാരണം? ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറഞ്ഞാൽ. അടുത്തത് 36 പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആരാണ്? സത്യനാരായണ ബേളേരി. കേട്ടോ, സത്യനാരായണ ബേളേരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, ശബ്ദത്തിൻ്റെ പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? അലുമിനിയം. കേട്ടോ. അടുത്തത്, ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ്? അൾട്രാവയലറ്റ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിന് ഏറ്റവും കൂടുതൽ ത്വരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ധ്രുവത്തിലാണ്. കേട്ടോ, ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ധ്രുവം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3ൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23-നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങളെ എന്ന് പറയുന്ന പേരാണ് ഐസോബാറുകൾ. താഴെ പറയുന്നവയിൽ അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതലുള്ള മൂലകമേത്? നൈട്രജൻ. 43 ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമേത്? NH3 ആണ്. കേട്ടോ, ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമാണിത് NH3. 44 ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നത് ഉപയോഗിക്കുന്ന ധാതു? ഇൽമണൈറ്റ്. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണി. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? P. വത്സല. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പറടക്കമുള്ള കളിക്കാരുടെ എണ്ണം എത്രയാണ്? 7. 48 ആയുർവേദ വൈദ്യസമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരത്ചന്ദ്രിക രചിച്ചത് പരവൂർ കേശവനാശാൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് വി ഷിനിലാൽ. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹോം സംവിധാനം ചെയ്തത് റോജിൻ തോമസ്. 51ാമത് ചോദ്യത്തിൻ്റെ ആൻസർ എ ആണ്. സ്തൂപികാ സംഖ്യകൾ. കേട്ടോ, കണക്കിലെ ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. അപ്പോൾ ആൻസർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 52ാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 104. 53ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 15 ദിവസം. 54ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 4 ആണ്. 55ൻ്റെത് 8.5 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 56 ഓപ്ഷൻ എ ആണ് ആൻസർ 34.98. 57ാമത്തത് ഓപ്ഷൻ സി ആണ് ആൻസർ 2√2 π/cm ആണ്. 58 എ ആണ് ആൻസർ. 59 ബി ആണ് ആൻസർ അളിയൻ. 60ാമത്തതും സി ആണ് ആൻസർ. 61 ഇംഗ്ലീഷിലെ ചോദ്യം നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 64 ചോദ്യത്തിൻ്റെ ആൻസർ എ ആണ്. 62 സി ആണ് ആൻസർ. 63 കോൾ ഓഫ് ബി ആണ് ആൻസർ. 64ൻ്റെ ആൻസർ ഗോസ് ആണ്, സി ആണ് ആൻസർ. 65 ഡി ആണ് ആൻസർ. 66 സി ആണ് ആൻസറായിട്ട് 66ത് ബി ആണ് കേട്ടോ, ബി ആണ് ആൻസറായിട്ട് വരുന്നത്. അത് മാർക്ക് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് പറ്റിയാണ്, ബി ആണ് ആൻസർ. 67 സി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ, 67 സി ആണ്. 68 എ ആണ് ആൻസർ. 69 ഡി ആണ് ആൻസർ. 70ാമത്തത് എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി മലയാളത്തിലെ ചോദ്യം നോക്കുകയാണെങ്കിൽ 71 കൈയെഴുത്ത് എന്നുള്ളത് ഓപ്ഷൻ എയിൽ കാണുന്ന രീതിയിലാണ് ശരിയായത് കേട്ടോ. 72 നെന്മണി എന്ന പദം പിരിച്ചെഴുതുക, ബി ആണ് ആൻസർ. നെൽ പ്ലസ് മണി, നെല്ല് പ്ലസ് മണി. 73 എ ആണ് വൈയാകരണൻ, ഓപ്ഷൻ എ ആണ് ആൻസർ. 74 സി ആണ് ആൻസറായിട്ട് വരുന്നത്, അലിംഗ ബഹുവചനം കേട്ടോ. ചിലർ എന്ന പദം ഏത് വചനമാണ്? അലിംഗ ബഹുവചനമാണ്. 75 പല്ലവപുടം വിഗ്രഹിക്കുക, പല്ലവത്തിൻ്റെ പുടം കേട്ടോ, അതാണ് ആൻസർ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. സമാന പദം മഞ്ഞിൻ്റെ എന്താണ്? പ്രാലേയമാണ് കേട്ടോ. മഞ്ഞ് എന്ന് പറഞ്ഞാൽ പ്രാലേയം. മാൻ എന്ന വാക്കിൻ്റെ പര്യായം ഏത്? ഏണം. ഏണം എന്ന് പറഞ്ഞാൽ മാനാണ്. ചേർത്തെഴുതുക, ചാ പ്ലസ് ഉന്നു, ചാകുന്നു കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ. 79 ഡി ആണ് ആൻസർ, ശരിയായ വാക്യം കേട്ടോ. നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടിയെന്നുള്ള ഓപ്ഷൻ ഡി ആണ് ആൻസർ. 80 കുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ്? ബി ആണ് ആൻസർ, കുപ്രസിദ്ധം കേട്ടോ, ഓപ്ഷൻ ബി ആണ് ആൻസർ.
71 മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റത്തിനുള്ള ശിക്ഷ എന്ത്? ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാം കിട്ടും. വധശിക്ഷ, ജീവപര്യന്തരവ്, പിഴ ഒക്കെ കിട്ടാം കേട്ടോ. 82 ചോദ്യം. എ എന്ന ആൾ ബി എ കൊല്ലുന്നതിന് വേണ്ടി ഒരു കുപ്പി വെള്ളം വിഷം ചേർത്ത് വെച്ചു. ആ വെള്ളം സി എടുത്ത് കുടിച്ചു മരിച്ചു. ഇവിടെ എ ചെയ്ത കുറ്റം എന്താണ്? കുറ്റകരമായ നരഹത്യ കേട്ടോ. ഓപ്ഷൻ ബി ആണ് കുറ്റകരമായ നരഹത്യ. 83 വാക്യം 1. 7 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു തെറ്റും ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. വാക്യം 2. ചില കേസുകളിൽ 7 വയസ്സിന് മുകളിൽ എന്നാൽ 12 താഴെ പ്രായമുള്ള കുട്ടി ചെയ്ത തെറ്റ് ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. മേൽപ്പറഞ്ഞ വാക്യങ്ങൾ 1ഉം 2ഉം എന്താണ്? ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. രണ്ടും ശരിയായ വാക്യങ്ങളാണ്. 83 ഇന്ത്യൻ പീനൽ കോഡ് IPC 1860 സെക്ഷൻ 269 പ്രകാരം താഴെ കൊടുത്തിട്ടുള്ള ഏത് പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തികൾ കുറ്റകരമാണ്? ഓപ്ഷൻ എ. കോവിഡ് രോഗം വിവരം മറച്ചുവെച്ച് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത് കുറ്റകരമാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന വിവരാവകാശം 2005 പ്രകാരം ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻ എ, ബി, സി ഒക്കെ ഉണ്ട് കേട്ടോ. ക്യാബിനറ്റ് ഡോക്യുമെൻറ്റുകളും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് പ്രവർത്തനങ്ങൾ, കോർപ്പറേറ്റ് മുതലായ ബൗദ്ധിക സ്വത്തവകാശങ്ങൾ മുഖേന സംരക്ഷിക്കപ്പെട്ടുള്ള വിവരങ്ങൾ, ഇതൊന്നും എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. എയും ബിയും സിയും ശരിയാണെന്നുള്ളത് കേട്ടോ. 86 ചോദ്യം. വാക്യം 1. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പൊതുജനങ്ങളിൽ ആർക്കും അവകാശമുണ്ട്? വാക്യം 2. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവകാശമുണ്ട്. രണ്ടും ശരിയായ വാക്യങ്ങളാണ് കേട്ടോ. മേൽപ്പറഞ്ഞ രണ്ടും ശരിയായ വാക്യങ്ങളാണ്. വിവരാവകാശം 2005 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഇൻഫർമേഷൻ അഥവാ വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല? സെക്ഷൻ 2Kയിൽ പ്രതിപാദിക്കുന്ന റെക്കോർഡുകൾ ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിക്കേണ്ട അവകാശങ്ങളിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ഉൾപ്പെട്ടിട്ടില്ല? സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക, അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഏത് സ്റ്റേഷനിലും പരാതി കൊടുക്കുക കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC 1973 പ്രകാരം കൊഗ്നൈസബിൾ കുറ്റം എന്നാൽ ഒരു പോലീസ് ഓഫീസർക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 0 FIRനെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ ഓപ്ഷൻ ഏതാണ്? മുകളിൽ പറഞ്ഞ എല്ലാ ഓപ്ഷനും എന്താണ്? ശരിയാണ് കേട്ടോ. തെറ്റായ ഓപ്ഷൻ ഏതാണ്? മുകളിൽ പറഞ്ഞ എല്ലാ ഓപ്ഷനും ശരിയാണെന്നുള്ളതാണ് കേട്ടോ. അതാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 91 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 സെക്ഷൻ 44 അറസ്റ്റ് ചെയ്യാനുള്ള ആരുടെ അധികാരത്തെ വിവരിക്കുന്നു? മജിസ്ട്രേറ്റിൻ്റെ കേട്ടോ. മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തെ വിവരിക്കുന്നു. 92 40 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു വ്യക്തിയുടെ ജനന തീയതിയെക്കുറിച്ചുള്ള തെളിവായി അയാളുടെ ജനനം നടന്ന ഹോസ്പിറ്റലിലെ ആ സമയത്ത് ഡോക്ടറായിരുന്ന പിന്നീട് മരണപ്പെട്ടു പോയ ആളുടെ ഡയറി സ്വീകരിക്കണം എന്ന് വാദിവിഭാഗം ആവശ്യപ്പെടുന്നു. ഈ ഉദാഹരണത്തിൽ തീരുമാനമെടുക്കാൻ പ്രസക്തമാകുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഏതു സെക്ഷനാണ്? സെക്ഷൻ 32 ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി. 93 ചോദ്യം. വാക്യം 1. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 44 പ്രകാരം ഒരു പ്രത്യേക വിഷയത്തിൽ വിദഗ്ധയായ വ്യക്തിയുടെ അഭിപ്രായം കോടതിക്ക് തെളിവായി സ്വീകരിക്കാം. വാക്യം 2. ഒരാളുടെ മനോനിലയെക്കുറിച്ചുള്ള ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അഭിപ്രായം ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 45 പ്രകാരം കോടതിക്ക് തെളിവായി എടുക്കാവുന്നതാണ്. വാക്യം 2 മാത്രമാണ് ശരി കേട്ടോ. ഒന്നാമത്തെ വാക്യം ശരിയല്ല. വാക്യം 2 മാത്രം എന്താണ്? ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 94 ചോദ്യം. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 117 പ്രകാരം പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ കോഗ്നൈസബിളും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ് കേട്ടോ. കോഗ്നൈസബിളുമാണ്, ജാമ്യം ലഭിക്കാവുന്ന ഒരു കുറ്റങ്ങളുമാണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 95 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വാക്യങ്ങളിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി.
ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ എയും ബിയുമാണ് കേട്ടോ, എയും ബിയുമാണ് അത് പറയുന്നത്. പ്രോസിക്യൂഷന് ജാമ്യാപേക്ഷ എതിർക്കാൻ അവസരം കൊടുക്കണം. ന്യായമായ കാരണങ്ങൾ കൊണ്ട് കോടതിക്ക് പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടണം. ഇതാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. 96 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 പ്രകാരമുള്ള കുറ്റവുമായി ബന്ധപ്പെട്ട അറസ്റ്റിന് ശേഷം എത്ര വർഷത്തിനകം നേടിയ വസ്തു കണ്ടുകെട്ടപ്പെടും? 6 വർഷത്തിനകം കേട്ടോ, 6 വർഷം. 97ാമത് ചോദ്യം, ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് നേരെയുള്ള പ്രവേശിത ലൈംഗികാതിക്രമം പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് കുറ്റത്തിന് പോക്സോ ആക്ട് 2012 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും പിഴയും നിർദ്ദേശിക്കുന്നു? 16 വയസ്സ് കേട്ടോ, 16. 98ാമത് ചോദ്യം, പോക്സോ ആക്ട് 2012 സെക്ഷൻ 3 പ്രകാരം കൊടുത്ത പരാതി കെട്ടിച്ചമച്ചതോ തെറ്റായ വിവരമോ ആണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെതിരെ മാത്രമേ കുറ്റം ആവുകയുള്ളൂ കേട്ടോ. 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് നേരെ കുറ്റമാകില്ല കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. 99 മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായ ചില വ്യക്തികൾക്ക് ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെ കൊടുത്തിട്ടുള്ള ഏത് വകുപ്പിനെ ലംഘനമാണ്? സെക്ഷൻ 67A. 100ാമത് ചോദ്യം, മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വകുപ്പ് താഴെ കൊടുത്തിട്ടുള്ളത് ഏതാണ്? സെക്ഷൻ 43. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ഒരു അനാലിസിസ് നടത്താം. എത്രയായിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും.